എല്ലാ മാർക്കറ്റിലും ഫ്രോഡ് ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ഇമിഗ്രേഷനിൽ ഫ്രോഡ് ഉണ്ട്, ജോബ് വിസയ്ക്ക് ഫ്രോഡ് ഉണ്ട്, സ്റ്റഡി വിസയ്ക്ക് ഫ്രോഡ്സ് ഉണ്ട്. പല മാർക്കറ്റിലും പല മാർക്കറ്റ് ഫ്രോഡ്സ് ഉണ്ട്. നന്നായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിഷയം വരുന്നില്ല. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, അതായത് ഷോ മണി ഒരു സംഭവം കേൾക്കുന്നില്ല. ശരിക്കും ഷോ മണി പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് സംഭവം. ആക്ച്വലി ഷോ മണി എന്ന് പറയുന്ന ഒരു ടേം ശരിക്കും ഇല്ല. കാര്യം എപ്പോഴോ ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ ഈ ഫണ്ടിങ് സ്ട്രക്ചറിനെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു ലൈക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ഷോ മണി, ഷാഡോ ഫണ്ടിങ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് റെലവൻ്റ് ആണ്. കാര്യം കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, കൃത്യമായിട്ടൊരു സ്ട്രക്ചേർഡ് ഫണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ, ഇപ്പോൾ വരുന്ന അബ്രോഡ് പോകാൻ വരുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാര്യം അവർ ഈ നേരത്തെ പോയവരുടെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി എല്ലാ ക്രൈറ്റീരിയാസും മാറി, എല്ലാ കൺട്രികളുടെ കാര്യങ്ങളും മാറി. സംഭവം നടക്കും, പല രീതിയിൽ നടക്കും. പക്ഷേ അതിനൊക്കെ ലീഗലി അതിനൊക്കെ കുറേയധികം ടേംസ് വന്നു. കാര്യങ്ങളെല്ലാം നേരായ രീതിയിൽ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കുറേയധികം മാധ്യമങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ അടുത്ത് തന്നെ, ഇപ്പം ദർദാ ഫണ്ട്സ് നമ്മളുടെ അടുത്ത് തന്നെ വരുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഫണ്ടിങ് എന്താണ്, സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് നമ്മൾ ഡിഫറൻസ് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതിൻ്റെ സേഫ്റ്റി എന്താണ്, ഇതിന് വരുന്ന ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അതും നമ്മളൊരു കമ്പാരിസൺ തന്നെ കുട്ടികൾക്ക് നടത്തി കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ കൗൺസിലിങ്ങിന് അത് ആദ്യം തന്നെ വരുന്നത്. അപ്പം ഷോമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഇവിടുന്ന് വിദേശത്തേക്ക് പോകാനായിട്ട് പൈസയുടെ ബുദ്ധിമുട്ട് കുറേയധികം ഉണ്ട്. കുട്ടികൾ അപ്പം ബേസിക് ആയിട്ടൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് കയറി പോകാൻ പറ്റും. പോയിട്ടുള്ള ഫണ്ട് മൊത്തം ഒരാളുടെ കയ്യിൽ നിന്ന്, ഒരു വെണ്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ കടമായിട്ട് എടുക്കുകയാണ്. അതിനെ കൃത്യമായി തിരിച്ചടവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിനെ കൃത്യമായി ലീഗലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കുറേയധികം ഏജൻസീസ് ഉണ്ട്. നമുക്കതിന് നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരാളിലോട്ടേ പോകത്തുള്ളൂ. എല്ലാ മാർക്കറ്റിലും ഫ്രോഡ് ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ഇമിഗ്രേഷനിൽ ഫ്രോഡ് ഉണ്ട്, ജോബ് വിസയ്ക്ക് ഫ്രോഡ് ഉണ്ട്, സ്റ്റഡി വിസയ്ക്ക് ഫ്രോഡ്സ് ഉണ്ട്. പല മാർക്കറ്റിലും പല മാർക്കറ്റ് ഫ്രോഡ്സ് ഉണ്ട്. നന്നായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിഷയം വരത്തില്ല. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും.